വിണ്ണിലെ മാലാഖമാർ ആനന്ദ നൃത്തമാടിയ ശാന്തസമൃദ്ധമായ ക്രിസ്മസ് രാവിൽ ക്രിസ്മസ് സന്ദേശം നൽകാനായി കുമരിക്കര ശ്രീ രാമാനന്ദ ആശ്രമ സെക്രട്ടറി വി രാമചന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഒരു സൗഹാർദ്ദ മതസമ്മേളനം അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഇത് ഏറ്റവും നന്മ ഉളവാക്കുന്നത് തന്നെയാണ്. കാരണം ഈ ലോകം വേർതിരിവുകളുടെ ഒരു വടനിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ രഹസ്യമാണ് നമ്മളെല്ലാവരും ആത്യന്തികമായി മനുഷ്യരെന്നുള്ളത്. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു ജാതി, ഒരു മതവും ഒരു വർണ്ണവും കൊണ്ട് വിവേചിക്കാൻ സാധിക്കാത്ത ആ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അങ്ങനെയുള്ള ഈശ്വര സൃഷ്ടിയായിരിക്കുന്ന നമ്മളെല്ലാം, സഹോദരന്മാരായിരിക്കുന്ന നാം എല്ലാം വാസ്തവത്തിൽ ഒന്നാണ്. ഈശ്വരൻ്റെ മുന്നിൽ ഒന്ന് തന്നെയാണ്. മതങ്ങൾ പല രൂപത്തിലും പല ഭാവത്തിലും ഒരേ തത്വത്തെയാണ് ഉദ്ബോധനം ചെയ്യുന്നത്. ആ തത്വം വേറൊന്നുമല്ല, ആത്യന്തികമായി സുഖമായിരിക്കുക, ആനന്ദമായിരിക്കുക, ശാശ്വത മുക്തിയാണ് നമ്മുടെ എല്ലാ ലക്ഷ്യം. പരിപൂർണമായിരിക്കുന്ന മുക്തി, അതിലേക്കാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതിന് ഓരോ വഴികളായിട്ടാണ് ഈ മതങ്ങളെല്ലാം നിലനിൽക്കുന്നത്. മതങ്ങളെ പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ വേർതിരിവ് മാറ്റി എല്ലാവരും ഏകോദര സഹോദര ഭാവത്തിൽ ആയിത്തീരാനായിട്ടുള്ള നമ്മുടെ പള്ളിയിലെ അച്ഛൻ്റെ ആ ഒരു ഭാവന അത്യന്തം ശ്ലാഘനീയമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാം ഒരേ ഈശ്വരൻ്റെ സൃഷ്ടികൾ തന്നെ. നമ്മൾ ആരും പിറക്കുന്നതിന് മുമ്പ് ഞാൻ ക്രിസ്ത്യാനിയായിട്ടോ ഞാൻ ഹിന്ദുവായിട്ടോ ഞാൻ മുസൽമാനായിട്ടോ ജനിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല. ജനിച്ചപ്പോൾ ഒരമ്മയുടെ ഗർഭത്തിൽ ജനിച്ചു. വളർന്നേറെ കഴിഞ്ഞപ്പോഴാണ് താൻ ജാതിയൊക്കെ തിരിച്ചറിഞ്ഞത്. അതിലെ വിവേചനം കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? നാമെല്ലാം പരസ്പരം വൈരികളായിട്ടൊക്കെ മാറേണ്ട ഒരു നില ഏർപ്പെട്ടു. ഇത് ഒരു വിധത്തിലും ന്യായീകരിക്കത്തക്കതല്ല. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. ഇവർക്ക് ഒരേ ഒരു ലക്ഷ്യമാണുള്ളത്. എല്ലാ മതങ്ങളും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ബൈബിള് പഠിപ്പിക്കുന്നതും ഖുർആൻ പഠിപ്പിക്കുന്നതും ഗീത പഠിപ്പിക്കുന്നതും എല്ലാം ഒരേ തത്വം തന്നെയാണ്. എല്ലാവരും എങ്ങനെ ആ ഈശ്വരനിലേക്ക് എത്തിച്ചേരാം? നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഈശ്വരനെ അറിയുക, ഈശ്വര ആത്മസാക്ഷാത്കാരം എന്നാണ് പറയുന്നത്. ഈ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് എന്താണെന്ന് മഹത്തുക്കൾ പറഞ്ഞു തന്നു. ക്രിസ്തുദേവൻ പറഞ്ഞത് തന്നെ നമുക്ക് ഇവിടെ ഓർമ്മിക്കാം. കാരണം നമുക്ക് സ്നേഹമാണ് ഈ വേർതിരിവിനെ മാറ്റാൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വലിയ തത്വം. സ്നേഹം, പരസ്പര സ്നേഹം ഉള്ളവരുടെ ഇടയിൽ ഒരിക്കലും ഭിന്നതകളോ വൈരമോ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ക്രിസ്തുദേവൻ ആ സാമാന്യമായിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ ആയിരുന്നാൽ അവൻ ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും
അല്ലെങ്കിൽ ആ പരമാത്മാവിൻ്റെ ദർശനം, ആ സാമീപ്യം, ആ അനുഭൂതി അയാൾക്കുണ്ടാകും എന്നുള്ളതിനെ കണ്ടിട്ടാണ് നമ്മളോട് പറഞ്ഞു പരസ്പരം ഉള്ള ഈ വേർതിരിവുകൾ മാറ്റുക. ആ വേർതിരിവിൽ ഞങ്ങൾ പറയുന്ന അദ്വൈതം എന്ന് പറഞ്ഞ് ഹിന്ദുമതത്തിൽ പറയുന്നത് ഇതാണ്: ഏകമേവം അദ്വിതീയം ബ്രഹ്മ. ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അത് വാസ്തവത്തിൽ ഈ പരമാത്മാ തന്നെ. ആ പരമാത്മാവിൻ്റെ അംശങ്ങളായിട്ട് നാമെല്ലാം ഇരിക്കുന്നു. ഇതാണ് എല്ലാ മഹത്തുക്കളും പറഞ്ഞ് നമുക്കറിയാം. നമ്മുടെ ഗുരുക്കന്മാരാണ് ഇവർ. ക്രിസ്തുദേവൻ ലോക ഗുരുവാണ്. അതുപോലെ നബി തമ്പുരാൻ ലോക ഗുരുവാണ്. എല്ലാവരും ലോക ഗുരുക്കന്മാരാണ്. എല്ലാവരുടെയും ഉദ്ദേശം ഈ മാനവരാശിയുടെ രക്ഷ തന്നെയാണ്. ഈശ്വരൻ ഈ ജീവജാലങ്ങളെ സൃഷ്ടിച്ച് അതിൽ മനുഷ്യൻ ഏറ്റവും ഉത്കൃഷ്ടമായ ജന്മമായിട്ട് പറഞ്ഞു. കാരണം ഈ മനുഷ്യർക്ക് മാത്രമാണ് ആറാമത്തെ അറിവ്, വിചാരിക്കാനുള്ള ശേഷിയുള്ളത്. ഓരോ കാര്യങ്ങൾ കാണുക മാത്രമല്ല, പ്രവർത്തിക്കുക മാത്രമല്ല, അതിനെപ്പറ്റി ചിന്തിക്കാനും കൂടെ ഒരു സാമർഥ്യം ഈ മനുഷ്യർക്കുണ്ട്. ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് നമുക്കിതെല്ലാം വേദങ്ങൾ പഠിക്കാനും പഠിച്ചതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിച്ച് അതിൻ്റെ ഗുണാഗുണങ്ങളെ ചിന്തിച്ച് ഉണരാൻ നമുക്ക് സാധിക്കുന്നത്. എന്തായാലും ക്രിസ്തുദേവൻ്റെ ആ സന്ദേശം, ആ ക്രിസ്മസ് സന്ദേശം ഇവിടെ നേരത്തെ കുട്ടികൾ നൽകുകയുണ്ടായി. വളരെ മനോഹരമായിരുന്നു, വളരെ ഭംഗിയായിരുന്നു. പഴയ കാല സ്മൃതികളെ അത് കൊണ്ടുവന്നു. ഈ വേർതിരിവുകൾ നമ്മുടെ ഇടയിൽ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക. കാരണം നമ്മൾ പിറന്ന് വീണ് നമ്മൾ പഴകിയ സംസ്കാരമാണ് വിരുദ്ധമായിട്ട് നിൽക്കുന്നത്. അതിനെല്ലാം മാറ്റി നല്ലൊരു മനുഷ്യനാവുക. ക്രിസ്തുദേവൻ്റെ പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായും അദ്ദേഹം ഒരു ആചാര്യനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നടപ്പ്, നോട്ടം, എല്ലാ പ്രകൃതങ്ങളും ശരിക്കും ആ മുക്തിദായകമായിരിക്കുന്ന സംഗതി തന്നെ. ഒന്ന് കണ്ടാൽ മതി ഭഗവാനെ, ക്രിസ്തുദേവനെ നമ്മളൊന്ന് കണ്ടാൽ മതി. കാരണം ഇത്ര എളിമ ഒരാൾക്ക് വരാൻ പറ്റുമോ? ഇത്രയും ദാസഭാവം ഒരാളിൽ ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ അതിനൊരു മകുടോദാഹരണമാണ് ക്രിസ്തുദേവൻ. സ്നേഹമാണ് പ്രചരിപ്പിച്ച മന്ത്രം. ആ സ്നേഹത്തിലൂടെ ഈ വേർതിരിവുകളെല്ലാം നമ്മൾ മറികടന്ന് നമ്മുടെ ഹൃദയശുദ്ധി വന്നാൽ ആ ക്രിസ്തുദേവനെ നമ്മുടെ ഉള്ളിൽ തന്നെ അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് സിദ്ധിക്കും. എല്ലാ മതങ്ങളും ഒരേ തത്വമാണ് പറയുന്നതെന്ന് പറഞ്ഞു. അതിൽ നമ്മുടെ ശങ്കരഭഗവത്പാദര് അദ്വൈതീയ സിദ്ധാന്തത്തെയാണ്, അദ്വൈത സിദ്ധാന്തത്തെയാണ് പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ പ്രചരണം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ മനസ്സിൻ്റെ കന്മഷങ്ങൾ നീക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം മനസ്സ് നമ്മുടെ കൈക്കുള്ളിൽ വരണം. പറഞ്ഞില്ലേ, ഈ മനസ്സ് ഇങ്ങനെ ചിന്തകൾ, പല വിധത്തിലുള്ള വൃത്തികളെന്നാണ് ഇവർ പറയുന്നത്. ഈ മനോവൃത്തികളുടെ ബാഹുല്യം കൊണ്ട് ഈ സൂര്യനെ കാർമേഘം മറയ്ക്കുന്നത് പോലെ ഈ ആത്മാവിന് ഈ വൃത്തികൾ, ഈ മനോവൃത്തികൾ മറച്ചുകൊണ്ടിരിക്കുകയാണ്. മനോവൃത്തികളെന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല അർത്ഥമാക്കുന്നത് നമ്മിലിരിക്കുന്ന രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, ഇങ്ങനെയുള്ള ചിത്തവൃത്തികളെയാണ് മനോവൃത്തികളായിട്ട് പറഞ്ഞത്. ഈ മനോവൃത്തികളെ നിയന്ത്രിക്കാതെ അതിൽ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ദാസഭാവന തന്നെയാണ്. കാരണം ക്രിസ്തുദേവൻ്റെ ആ ദാസഭാവന അത് അദ്ദേഹം പ്രചരിപ്പിച്ചതാണ്. അദ്ദേഹത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളല്ല, അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് തന്നെ അങ്ങനെയാണ്. ഇത് നമ്മൾ കാണണം. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും കാരുണ്യമായിട്ട് പെരുമാറുക. പറയാൻ എളുപ്പമാണ്, എനിക്കും എല്ലാവർക്കും കേൾക്കാനും എളുപ്പമാണ്. പക്ഷേ അത് എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ അതിനൊരു കാര്യം പറയാം. നമ്മളെല്ലാവരും ജനിച്ചു മതിയല്ലേ?
കുറച്ചു കാലം ജീവിച്ചിരിക്കും. ഇതിനിടയ്ക്ക് എന്താണ് വേണ്ടത്? നമുക്ക് സന്തോഷമായിട്ടിരുന്ന് ഈ ജീവിതത്തെ ആനന്ദമായി കൊണ്ടാടണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്രയും ഈ വേദങ്ങളുടെ ചുവട് പിടിച്ച് പോയേ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ ആശ്രയിക്കുക. അവരെ ശരിക്കും പറഞ്ഞാൽ അവരോട് വളരെ അടുത്ത് മൈത്രി പുലർത്തുക. അങ്ങനെ വരുന്നത് വഴി നമുക്ക് ഈ തത്വങ്ങൾ മനസ്സിലാക്കി നമുക്ക് മുന്നേറാൻ സാധിക്കും. എല്ലാവർക്കും ഈ ക്രിസ്മസ് ദിനത്തിൽ എൻ്റെ മംഗളം നേർന്നുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം ഇവിടെ നിർത്തുന്നു.